ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിൽ. സ്വർണം ചെമ്പാക്കിയതിൽ പത്മകുമാറിന് പങ്കെന്ന് SIT. അറസ്റ്റ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. N. വാസുവിനെ കൊല്ലം പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം. രാഷ്ട്രപതിയുടെ റഫറൻസ് ചോദ്യങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർണായക തീർപ്പ്. ബില്ലുകളിൽ ഒപ്പിടാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച്. ഗവർണർ ഒപ്പിടാത്ത ബില്ലുകൾക്ക് അംഗീകാരം നൽകാനാകില്ല. ബില്ലുകൾ അനാവശ്യമായി തടഞ്ഞു വയ്ക്കരുതെന്നും വിവേചനാധികാരം ഉപയോഗിച്ചുള്ള തീരുമാനമെടുക്കണമെന്നും കോടതി. भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा. मैं बिहार राज्य के मुख्यमंत्री के रूप में मैं अपने कर्तव्यों का श्रद्धापूर्वक. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരമേറ്റു. നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത് 10ാം തവണ. സാമ്രാട് ചൌധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാർ. ക്യാബിനറ്റിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ ഉൾപ്പെടെ പ്രമുഖർ. BJP നേതാവ് പ്രേംകുമാർ സ്പീക്കറായേക്കും. NDAയുടെ ശക്തി പ്രകടനമായി സത്യപ്രതിജ്ഞാ ചടങ്ങ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ വരെ. തൃശൂർ അടാട്ട് പഞ്ചായത്തിൽ മുൻ MLA അനിലക്കര കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോഴിക്കോട് കോർപ്പറേഷനിൽ VM വിനുവിന് പകരം ബൈജു കാളക്കണ്ടി UDF സ്ഥാനാർത്ഥി. ഡൽഹി ഭീകരാക്രമണത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ. അൽഫലാഖ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ആദ്യമല്ല എന്ന അന്വേഷണ സംഘം. പൂർവ്വ വിദ്യാർത്ഥി ഗുജറാത്ത് സ്ഫോടന പരമ്പരയിലെ മുഖ്യ കണ്ണി. മുഖ്യ സൂത്രധാരൻ ഒമർ നബിയുടെ സഹായികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നടപടിയുമായി SIT. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിൽ. SP ശശിധരന്റെ നേതൃത്വത്തിൽ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. പോലീസ് ആസ്ഥാനത്ത് അൻഫിലിറ്റ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകുക. അൻഫിലിറ്റ്, നിർണായകമായ അറസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. എ പത്മകുമാർ സംസ്ഥാനത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായും ഒപ്പം തന്നെ സംഘടനാപരമായും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന വിഷയമാണ് ഈ പത്മകുമാറിന്റെ അറസ്റ്റ്. ഈ പത്മകുമാറിന് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകാറായോ? മറ്റു വിവരങ്ങൾ? അഖില, കേൾക്കാമെങ്കിൽ പത്മകുമാർ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. പോലീസ് ചോദ്യം ചെയ്യുന്ന കേന്ദ്രത്തിൽ തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ചോദ്യം ചെയ്തതിനു ശേഷം അല്പസമയത്തിനകം തന്നെ പത്മകുമാറിനെ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. ആശുപത്രിയിലേക്ക്, ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയതിനു ശേഷമാകും കൊല്ലത്തെ നേരെ കൊണ്ടുപോകുക വിജിലൻസ് കോടതിയിലേക്ക് വിജിലൻസ് മജിസ്ട്രേറ്റിൽ അദ്ദേഹത്തെ ഹാജരാക്കുക. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഒരു നിർണായകമായ ഒരു അറസ്റ്റ് തന്നെയാണ് പത്മകുമാറിന്റെ കാര്യത്തിലുണ്ടായിരുന്നത്. രാവിലെ മുതൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. മണിക്കൂറുകളോളം തിരുവനന്തപുരത്തെ കേന്ദ്രത്തിൽ, പോലീസ് കേന്ദ്രത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അല്പസമയത്തിന് തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് പ്രതീക്ഷിക്കുന്നു. ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ്, അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ ഒരു അറസ്റ്റാണ് ഈ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലൂടെ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. അതായത് N. വാസുവിന്റെ അറസ്റ്റിന് ശേഷം നമുക്കറിയാമായിരുന്നു പത്മകുമാറിലേക്ക് അറസ്റ്റ് നീളുമെന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തിന് അറസ്റ്റ് ആകുമെന്നും ഒക്കെ നമുക്കറിയാമായിരുന്നു. ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി 2 തവണ നോട്ടീസ് നൽകിയപ്പോഴും അദ്ദേഹം അതിന് സാവകാശം തേടിയിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ അന്വേഷണ സംഘം അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനായി ഹാജരായി. രാവിലെ മുതൽ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി അറിയേണ്ടത് അദ്ദേഹത്തെ ഈ തിരുവനന്തപുരത്ത് നേരെ കൊല്ലത്തേക്ക് കൊണ്ടുപോകുമോ അതോ ഇവിടെ ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ
അദ്ദേഹം വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ ഒരുപക്ഷെ ഇത്രയേറെ വൈകിയത് കൊണ്ട് നേരെ കൊല്ലത്തേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും സർക്കാർ ആശുപത്രി അദ്ദേഹത്തെ വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം നേരെ കൊല്ലം മജിസ്ട്രേറ്റിന് മുന്നിൽ വിജിലൻസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ കസ്റ്റഡി വാങ്ങുകയോ അല്ലെങ്കിൽ റിമാൻഡിലാവുകയോ ചെയ്യാനാണ് സാധ്യത. ഒരുപക്ഷെ കസ്റ്റഡി വാങ്ങാൻ തന്നെയാകും അന്വേഷണ സംഘം തയ്യാറെടുപ്പുകൾ നടത്തുക. റിമാൻഡിലാവുകയാണെങ്കിൽ അതിനുശേഷം കസ്റ്റഡിയിൽ അപേക്ഷ നൽകും. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ അന്വേഷണത്തിലെ ഏറ്റവും സംഘത്തെ സംബന്ധിച്ച് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. പത്ത് ദൃശ്യങ്ങൾ കാണാം. പത്മകുമാർ സംസ്ഥാന പോലീസ് ആസ്ഥാനത്താണ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് പത്മകുമാരെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്തു. രാവിലെ മുതൽ പത്മകുമാരെ ചോദ്യം ചെയ്തു. ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. ദൃശ്യങ്ങളിൽ അത് ഉണ്ടായിരുന്നു. പത്മകുമാർ ആ ലിഫ്റ്റിലേക്ക് നടന്നു കയറുന്നത് ആ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. പത്മകുമാർ കടന്നു വന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പോലീസ് ആസ്ഥാനത്താണ് പത്മകുമാരെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്തതിനു ശേഷം അല്പസമയത്തിൽ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഒരു പക്ഷേ ഇവിടെ നിന്ന് നേരെ കൊല്ലത്ത് വിജിലൻസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള തീരുമാനത്തിലാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയേറെ വൈകിയൊരു സാഹചര്യം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പത്മകുമാരെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ചുറ്റുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത്രയേറെ വൈകിയൊരു സാഹചര്യത്തിൽ പത്മകുമാർ നേരെ കൊല്ലത്തേക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ അവിടെ ഹാജരാക്കി. അതിനു മുൻപ് അവിടുത്തെ കൊല്ലത്ത് തന്നെയുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്താനാകും സാധ്യത. അതല്ല എങ്കിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പക്ഷെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്നാലും പത്മകുമാർ അല്പസമയത്തിനകം തന്നെ പത്മകുമാർ പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് ആസ്ഥാനത്താണ് പത്മകുമാർ ഉള്ളത്. പോലീസ് സംഘം SIT സംഘം ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി വിജിലൻസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് വൈദ്യപരിശോധനയാണ്. വൈദ്യപരിശോധനയ്ക്ക് എവിടേക്കാണ് പത്മകുമാറിനെ കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണോ അല്ലെങ്കിൽ കൊല്ലം വിജിലൻസ് മജിസ്ട്രേറ്റിന് എത്താറാകുന്നത് കൊണ്ട് തന്നെ കൊല്ലത്ത് ഏതെങ്കിലും ആശുപത്രിയിലാണോ വൈദ്യപരിശോധന നടത്തുക എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ മാധ്യമങ്ങളെയൊക്കെ ഗേറ്റിന് മുന്നിൽ നിന്നും മാറ്റി എന്നാണ് കരുതുന്നത്. അതാണ് ഇടയ്ക്കൊരു സാങ്കേതിക പ്രശ്നമുണ്ടായത്. പക്ഷെ അല്പസമയത്തിനകം തന്നെ പത്മകുമാർ ഈ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വരും. ആൻഫിലിറ്റ് തുടർന്നോളൂ. അതിന് ഇപ്പോൾ ഈ പോലീസ് ആസ്ഥാനത്ത് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വാഹനങ്ങളൊക്കെ സജ്ജമായിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പത്മകുമാറിനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ പോലീസിന്റെ അകമ്പടി വാഹനങ്ങൾ എല്ലാം തന്നെ സജ്ജമായിരിക്കുകയാണ്. കാരണം കനത്ത ഒരു സുരക്ഷയിൽ തന്നെയാണ്, പോലീസിന്റെ സുരക്ഷയിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ ഇദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യുമ്പോൾ വളരെ രഹസ്യമായിട്ടായിരുന്നു. കാരണം ഈ സാധാരണ നേരത്തെ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും അതിനുശേഷം അറസ്റ്റിലായ മുരാരി ബാബു ആയാലും സുധീഷ് കുമാർ ആയാൽ തന്നെ ഇവരെയൊക്കെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് പത്മകുമാർ ബന്ധപ്പെട്ട വിജിലൻസ് കേസിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി SIT തന്നെയാണ് ചോദ്യം ചെയ്തത്. ഒരുപക്ഷെ ഏത് കേന്ദ്രത്തിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് എന്ന് പോലും അറിയാൻ രഹസ്യമായി പോലീസ് ആസ്ഥാനത്താണ് രാവിലെ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ദൃശ്യങ്ങളിൽ കാണാൻ പത്മകുമാറിനെ ചോദ്യം ചെയ്ത ശേഷം പത്മകുമാറിനെ കൊണ്ട് പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യൽ പൂർത്തി അറസ്റ്റ് അദ്ദേഹം നേരെ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വണ്ടിയെടുത്ത് ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ പോലീസ് ആസ്ഥാനത്ത് നിന്നും പത്മകുമാറിനെയും കൊണ്ടുള്ള പോലീസ് വാഹനമാണ് അല്പം മുമ്പ് കടന്നുപോയത്. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ അത് കണ്ടതാണ്. ഇനി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്കാകാം പത്മകുമാർ എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണനിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. കണ്ണൻ, പത്മകുമാറിന്റെ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ജനറൽ ആശുപത്രിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? കണ്ണൻ ജനറൽ ആശുപത്രിക്ക് മുന്നിലാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു.
അതെ, തീർച്ചയായും ഞാനിപ്പോൾ ജനറൽ ആശുപത്രിക്ക് മുൻപിലാണുള്ളത്. തീർച്ചയായും അല്പസമയത്തിനകം ഈ ജനറൽ ആശുപത്രിയിലേക്ക് പത്മകുമാറിനെ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ DGP ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യലിന് ശേഷം SIT സംഘം പത്മകുമാറിനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് എത്തിക്കുന്നതെങ്കിൽ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടേക്ക് എത്താനാണ് ഇപ്പോൾ സാധ്യത. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ്, ഒരു നിർണായക അറസ്റ്റ് തന്നെയാണ് ഈ പത്മകുമാറിന്റേത്. ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് ഇനിയിപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാകും. ഈ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇനിയും SIT സംഘം ഇനിയിപ്പോൾ ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊല്ലത്തെ വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കുക. അവിടെ നിന്നും ചിലപ്പോൾ റിമാൻഡിലാവുകയോ അല്ലെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം നിർണായക വിവരങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ട്. ഈ പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന ഒരു നീക്കമാണ് SIT സംഘം നടത്തിയിരിക്കുന്നത്. ഏറെ നാളുകളായി പത്മകുമാറിന്റെ അറസ്റ്റ് സംബന്ധിച്ച് വിവിധ കോണുകളിൽ നിന്നും പത്മകുമാറിന്റെ അറസ്റ്റ് നടക്കാത്തത് എന്ത് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെയും ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് അറിയിച്ചുകൊണ്ട് SIT സംഘം പത്മകുമാറിനെ സമീപിച്ചിരുന്നു. എന്നാൽ വിവിധ കാരണങ്ങൾ കൊണ്ട് ഈ പത്മകുമാറുമായുള്ള വാഹനം ആ പോലീസ് അവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയുടെ പത്മകുമാറുമായുള്ള വാഹനം ഇവിടേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ പത്മകുമാറിനെ എത്തിക്കുന്നതിന് മുൻപിലുള്ള ഒരു സുരക്ഷ എന്ന രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം പത്മകുമാറിനെ ഇവിടേക്ക് എത്തിക്കും എന്നാണ് കരുതുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ഈ ആശുപത്രിയുടെ സമീപത്തുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ ഉൾപ്പെടെ ഉറപ്പാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു പോലീസ് സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം ഇവിടേക്ക് പത്മകുമാറുമായി SIT സംഘം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ പോലീസ് ആസ്ഥാനത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് കൊല്ലത്തെ വിജിലൻസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കേണ്ടത്. വൈദ്യപരിശോധനയ്ക്കായി അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് പത്മകുമാറിനെ എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് കണ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെ നീണ്ട ചോദ്യം ചെയ്യൽ, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അല്പസമയത്തിന് മുമ്പാണ് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നിന്നും പത്മകുമാറിനെ പുറത്തേക്ക് ഇറക്കിയത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അന്വേഷണ സംഘം പത്മകുമാറുമായി പുറപ്പെടുന്നത്. ഇനി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് തന്നെയാണ് പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുക എന്നാണ് ഈ ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്തെ മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ് ഇനി പത്മകുമാറിനെ ഹാജരാക്കേണ്ടത്. അൻഫിലിറ്റ്, പത്മകുമാറിനെ ഈ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ തന്നെ എത്തിക്കുമെന്നാണല്ലോ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും പത്മകുമാറിനെ ജനറൽ ആശുപത്രിയിലാണ് നേരെ കൊണ്ടുപോകുന്നത്. ജനറൽ ആശുപത്രി വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് മജിസ്ട്രേറ്റ് ഹാജരാക്കാനായി കൊണ്ടുപോവുക. പത്മകുമാറിന് അല്പം മുമ്പാണ് പോലീസ് ആസ്ഥാന കേന്ദ്രത്തിൽ നിന്ന്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പോലീസ് അകമ്പടിയോടെ പോലീസ് വാഹനത്തിൽ അദ്ദേഹം ഇരുവശത്തും അപ്പുറവും ഇപ്പുറവും 2 പോലീസുകാരുടെ നടുവിൽ ഈ പ്രതിയായ പത്മകുമാർ, സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായിരിക്കുന്ന പത്മകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എത്ര കാലം പത്മകുമാർ എന്ന് പറയുന്ന CPM-ലെ ഏറ്റവും പ്രമുഖനായ നേതാവ്, അധികാര സ്ഥിരാകേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. ഏറ്റവും അധികം അധികാര കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ആ ശബരിമലയത്തിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പ്രതിയായി പ്രതിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഒടുവിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാനായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഒടുവിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ആ കാഴ്ച എന്ന് പറയുന്നത് പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തി, അത് നമുക്കറിയാം സാധാരണ ഒരു ഉദ്യോഗസ്ഥനല്ല. ഈ മുരാരി ബാബുവിനെയോ അല്ലെങ്കിൽ സുധീഷ് കുമാറിനെയോ അറസ്റ്റ് ചെയ്തതുപോലെയല്ല പത്മകുമാർ. വാസു അറസ്റ്റിലായതിനാണ് അതിലും ഒരു പടി മുകളിലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ പോലീസ് വാഹനത്തിൽ, പോലീസ് അപ്പുറവും ഇപ്പുറം ഇരുഭാഗത്തും പോലീസ് 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ നടുവിലൊരു പ്രതിയായി പത്മകുമാറിനെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ഏറ്റവും സുപ്രധാനമായ നീക്കമാണ് SIT പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും നമുക്കറിയാമായിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പത്മകുമാർ പിടിയിലാകുമെന്ന്. കാരണം എല്ലാ സംശയത്തിന്റെ നിഴലും അദ്ദേഹത്തിന് നേരെ തന്നെയായിരുന്നു, എല്ലാ ചോദ്യങ്ങളും അദ്ദേഹത്തിന് നേരെ തന്നെയായിരുന്നു. പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതായിട്ടുമുണ്ട്. എല്ലാത്തിനും ഒരു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് പത്മകുമാറുമായുള്ള പോലീസ് വാഹനം
എത്തിയിട്ടുണ്ട്. അൻഫിറ്റ്, ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. പോലീസ് പോലീസ് വാഹനത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ജനറൽ ആശുപത്രി അകത്തേക്ക് അദ്ദേഹത്തെ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത അൻഫിൽ ദയവായി തുടരുക. കണ്ണനിലേക്ക് പോകേണ്ടത്. കണ്ണൻ, എ പത്മകുമാറുമായുള്ള ആ പോലീസ് വാഹനം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അഖില, എ പത്മകുമാറുമായുള്ള വാഹനം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനു മുൻപ് എത്തിയ വാഹനം മറ്റൊരു പ്രതിയുമായി എത്തിയതാണ്. അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഇന്ന് നടന്നത്. ഈ പ്രതിയെ ഇവിടേക്ക് എത്തിക്കുമ്പോൾ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനായി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇതാ എത്തിയിരിക്കുന്നു. അഖില, എ പത്മകുമാറിനെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. എ പത്മകുമാറുമായി ഉള്ള പോലീസ് വാഹനം ഇത് ജനറൽ ആശുപത്രിയിലേക്ക് എത്തി. ഇപ്പോൾ അദ്ദേഹത്തെ പുറത്തിറക്കും. കാണാം, മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് ഇറക്കുകയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എ പത്മകുമാറിനെ എത്തിച്ചിരിക്കുകയാണ് വൈദ്യ പരിശോധനയ്ക്കായി. വലിയ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പോലീസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്പം മുമ്പാണ് പത്മകുമാറിനെ പോലീസ് ആസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇറക്കിയത്. അതിനുശേഷം പ്രത്യേക പോലീസ് സംവിധാനത്തിന്റെ അകമ്പടിയോടെയാണ് ഈ വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വൈദ്യ പരിശോധനയ്ക്കായി ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിന് നിർണായക പങ്കുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് SIT എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് എ പത്മകുമാറുമായി ബന്ധപ്പെട്ട് നടന്നത്. നേരത്തെ 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പത്മകുമാർ പല കാരണങ്ങൾ കൊണ്ടത് നീട്ടിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവസാനം നിർണായകമായ ഇടപെടൽ SIT ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായി ഉണ്ടായി. ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അല്പസമയം മുമ്പാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും പത്മകുമാറുമായുള്ള വാഹനം പുറത്തേക്ക് എത്തിയത്. വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പത്മകുമാറിനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിന് ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് മജിസ്ട്രേറ്റിന് മുമ്പാകെയായിരിക്കും പത്മകുമാറിനെ ഹാജരാക്കുക. കണ്ണൻ, വൈദ്യ പരിശോധന പുരോഗമിക്കുകയാണല്ലോ. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാം. നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അഖില, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ അല്പസമയം മുൻപാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് SIT സംഘം പോലീസ് വാഹനത്തിൽ ഈ പത്മകുമാറിനെ ഇവിടേക്ക് എത്തിച്ചത്. വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹമൊക്കെ ഇവിടെ ഒരുക്കിയിരുന്നു. ഈ കേസിലെ ഒരു പ്രധാന പ്രതിയാണ് അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു നിർണായക അറസ്റ്റാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത എ പത്മകുമാർ ആണ് എന്ന് SIT സംഘം കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ ആ പത്മകുമാറിനെയാണ് ഇപ്പോൾ SIT സംഘം ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. മാത്രമല്ല ഈ കത്തളപ്പള്ളിയിലെ സ്വർണ്ണമടക്കം അപഹരിക്കുന്നതിന് കൂട്ടുനിന്നു എന്നതടക്കം ഉള്ള മൊഴികൾ ഈ പത്മകുമാറിനെതിരായി നേരത്തെ അറസ്റ്റിലായവരും അതുപോലെ SIT സംഘം ചോദ്യം ചെയ്യവരിൽ നിന്നുമൊക്കെ ആയിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് അടക്കം അറിയിച്ചത്. നേരത്തെ ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഈ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് തന്നെ ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് എപ്പോഴാണ് വിളിക്കുന്നതെന്ന് അടക്കമുള്ള ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിരവധി തവണ ഈ പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞതിന് ശേഷമാണ് ഇന്ന് രാവിലെ ഇപ്പോൾ പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായത്. അതിനുശേഷം
ഈ DGP ഓഫീസ് തിരുവനന്തപുരത്ത് പത്മകുമാറിനെ ചോദ്യം ചെയ്ത് വരികയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കിയാൽ ഉടൻ ഇദ്ദേഹത്തെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഇദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നതടക്കം വലിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് SIT സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് എന്നും SIT സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ശബരിമലയിൽ അടക്കം ചെയ്തു കൊടുത്തത് ഈ പത്മകുമാർ ആണ് എന്ന തരത്തിൽ SITക്ക് വിവിധ മുരാരി ബാബുവിന്റെ ഒപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും അടക്കം ചോദ്യം ചെയ്യൽ അവരുടെ മൊഴികളിൽ നിന്നും SIT സംഘത്തിന് ലഭിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടപടികൾ നടന്നിരിക്കുകയുമാണ്. ഇനിയിപ്പോൾ എന്താണ് വരും മണിക്കൂറുകളിൽ എന്താണ് നടക്കുന്നത് എന്നാണ് അൻഫ്ലിറ്റ് കൂടി ചേരുന്നുണ്ട്. അൻഫ്ലിറ്റ്, ഇപ്പോൾ പത്മകുമാറിന്റെ വൈദ്യ പരിശോധന പുരോഗമിക്കുകയാണ്. കണ്ണൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഡോക്ടർക്ക് മുന്നിലാണ് ഇപ്പോൾ പത്മകുമാർ ഉള്ളത്. ഇനി നിർണായകമായ ഈ അറസ്റ്റോടുകൂടി ഇനിയും ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ടല്ലോ. ഒപ്പം CPM-നെ സംബന്ധിച്ച് വലിയ തരത്തിൽ CPM പ്രതിരോധത്തിലാകുന്ന വിഷയമാണല്ലോ ഇത്. തീർച്ചയായും അഖില, അല്പം മുമ്പാണ് പത്മകുമാറിനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു CPM-മായും പാർട്ടിയുമായും ഏറെ ബന്ധമുള്ള അധികാരത്തിന്റെ ഇടനാഴികളിൽ അത്രയും സ്വാധീനമുള്ളൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് അതിനപ്പുറത്തേക്കാണ് മുൻ MLA ആയിരിക്കുന്ന പത്മകുമാർ, CPM-ന്റെ ഏറ്റവും പ്രമുഖ നേതാവായിരിക്കുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലൊടുവിൽ അദ്ദേഹത്തെ പോലീസ് ആസ്ഥാനത്താണ് രാവിലെ മുതൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ അല്പം മുമ്പാണ് അറസ്റ്റ് വരിച്ച അദ്ദേഹം ഈ പോലീസ് അകമ്പടിയിൽ അല്ലെങ്കിൽ പോലീസ് വാഹനത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. 2 പോലീസുകാർക്കും അപ്പുറം ഇപ്പുറം ഇരുന്ന് പോലീസ് വാഹനത്തിൽ പത്മകുമാർ എന്ന് പറയുന്ന മുൻ MLA, CPM-ലെ ഏറ്റവും പ്രബലനായ നേതാവ്, പത്തനംതിട്ടയിലെ CPM-ന്റെ ഒരു മുഖമെന്ന് തന്നെ പറയുന്ന ഏറ്റവും കരുത്തനായ നേതാവാണ്. ഒരു ഘട്ടത്തിൽ പോലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ചോദ്യം ചെയ്യലും തുടക്കത്തിൽ മാധ്യമങ്ങൾക്കൊക്കെ അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥലത്തിൽ മാത്രം നിന്നിരുന്ന ഒരു ക്രമക്കേടാണ് അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചയാണ്, ഇതിൽ ഭരണസമിതിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്ന പത്മകുമാർ അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. അയാൾ പ്രതിയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഈ അന്വേഷണ സംഘം അദ്ദേഹത്തിനെ കോടതിയിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതിന് മുന്നോടിയായി ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ വൈദ്യ പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ആശുപത്രിയിൽ. ഉറപ്പാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് CPM-നെ സംബന്ധിച്ച് ഈ സമയത്ത് അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ച് ഈ സമയത്ത് വലിയൊരു കനത്ത ആഘാതം തന്നെയാണ്, അല്ലെങ്കിൽ കനത്ത തിരിച്ചടി തന്നെയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം പറയുന്നത് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതിയാവുകയോ ചെയ്തു എന്നതുകൊണ്ട് മാത്രം കുറ്റക്കാരനാവുകയല്ല, ഇതൊരു പ്രൊസീജിയർ, ഒരു നടപടിക്രമം മാത്രമാണ് എന്ന രീതിയിൽ ഒരു പ്രാഥമികമായ ഒരു പ്രതിരോധമൊക്കെ പാർട്ടി തീർക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പത്മകുമാർ, വാസുവും പത്മകുമാറും ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ്. അതിലൊരാൾ ജയിലിൽ കിടക്കുന്നു, റിമാൻഡിലായി കിടക്കുന്നു, മറ്റൊരു വ്യക്തി ഇതാ റിമാൻഡിലാകുന്നു, അല്ലെങ്കിൽ ഒന്നുകിൽ റിമാൻഡിലാവുകയോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയോ ചെയ്യും. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകം. അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാൻ പോകുന്നു. ആ ഏറ്റവും 2 വ്യക്തികൾ, ഏറ്റവും പ്രമുഖരായ 2 വ്യക്തികളാണ് ഇപ്പോൾ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രതികളാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് CPM-നും പാർട്ടിക്കും ഒക്കെ പറയാനുള്ളത് എന്നൊരു ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് എന്ത് രീതിയിലാകും ഇതിനെ പ്രതിരോധിക്കുക? പ്രത്യേകിച്ച് ഈ ഒരു അവസരം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വേളയിലേക്ക് കടന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ വേളയിൽ എത്തി നിൽക്കുന്ന അവസരത്തിലാണ് ഏറ്റവും പ്രമുഖനായ CPM നേതാവ്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ അറസ്റ്റ് കൈവച്ചിരിക്കുന്നു. ഇത്രയും നാൾ പറഞ്ഞിരുന്നതൊക്കെ തന്നെയും കൃത്യമായി എന്താണോ ഇത്രയും നാൾ പറഞ്ഞത് അത് മുഴുവനും കളവാണ്. കൃത്യമായ അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നു. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർ, അതായത് ഇതിനൊക്കെ തന്നെ ചുക്കാൻ പിടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട വഴിവിട്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് അന്ന് ആ കലവിളവിൽ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിലെ പ്രസിഡന്റ് ആ ഭരണസമിതി തന്നെയായിരുന്നു. ആ ഭരണസമിതിയുടെ അത്രയേറെ സഹായവും പിന്തുണയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ രീതിയിൽ വലിയൊരു സ്വർണ്ണക്കൊള്ള ശബരിമല കേന്ദ്രീകരിച്ച് നടത്താനായി കഴിഞ്ഞത്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥലത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ന രീതിയിൽ മാത്രം അവിടെ മാത്രം നിൽക്കുന്ന ഒരു ഗൂഢസംഘമല്ല, അല്ലെങ്കിൽ ആ രീതിയിലൊരു നടപടിക്രമങ്ങളുടെ ആ അന്വേഷണ ദേവസ്വം ബോർഡ് കമ്മീഷണർ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അതിനപ്പുറത്തേക്ക് ഭരണസമിതിയുടെ കൃത്യമായ ഒത്താശ ഉണ്ടായിരുന്നു.
ഭരണസമിതിയുടെ ഒത്താശകൾ മാത്രമേ ഈ രീതിയിലൊരു കൊള്ള അല്ലെങ്കിൽ ഒരു കവർച്ച, സ്വർണ്ണ കവർച്ച ശബരിമല കേന്ദ്രീകരിച്ച് നടത്താൻ എത്ര ഉന്നതനായാലും സാധിക്കുകയുള്ളൂ എന്നൊരു നിഗമനം ആദ്യമേ തന്നെ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുകയും തെളിവുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ കിട്ടിയതിന്റെ കണ്ടെത്തലിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നു. മണിക്കൂറുകളോളം അദ്ദേഹത്തെ പോലീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം EH വെങ്കടേഷ് ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇത്രയേറെ ചോദ്യം ചെയ്യൽ വൈകുക, അദ്ദേഹത്തിന്റെ അറസ്റ്റിന് ശേഷം പിന്നീടുള്ള നടപടിക്രമങ്ങൾ ഇത്രയേറെ വൈകാനുണ്ടായ കാരണം പോലും ഈ ഏറ്റവും ഒടുവിൽ സംസ്ഥാന പോലീസ് മേധാവിയുമായി EH വെങ്കടേഷ് കൂടിക്കാഴ്ച നടത്തുന്നു. ഇവർ സംസാരിക്കുന്നു, ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ പുറത്തിറക്കുകയും ഒക്കെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. അതാണ് ഇത്രയേറെ വൈകാനുണ്ടായ ഒരു കാരണം പോലും. എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് പത്മകുമാറിനെ കോടതി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജനറൽ ആശുപത്രി വൈദ്യപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവിടെ നിന്ന് നേരെ അദ്ദേഹത്തെ കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നു. കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ കോടതിയുടെ സമയം കഴിഞ്ഞതിനാൽ മജിസ്ട്രേറ്റ് മുന്നിലാകും അദ്ദേഹത്തെ ഹാജരാക്കുക. ഇവിടെ നിന്ന് നേരെ തന്നെ ഈ പോലീസ് വാഹനത്തിൽ അദ്ദേഹത്തെ കൊല്ലത്ത് കൊണ്ടുപോകുന്ന മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം അവിടെ നിന്ന് ഒരുപക്ഷെ ഈ പോലീസിന് കസ്റ്റഡി നൽകി, കസ്റ്റഡി അപേക്ഷ ഇന്ന് പോലീസ് SIT നൽകിയിട്ടുണ്ടോ എന്ന അതിൽ കൃത്യമായ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. റിമാൻഡ് കഴിഞ്ഞതിന് ശേഷം നാളെയോ അതിനടുത്തുള്ള ദിവസമോ ആയിരിക്കാം SIT അദ്ദേഹത്തെ കസ്റ്റഡിയിൽ അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങുക. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ എവിടെയാണ് കൊണ്ടുവരിക? ഒരുപക്ഷെ അത് റിമാൻഡ് വന്നതിന് ശേഷം മാത്രം അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ ആശുപത്രി വൈദ്യപരിശോധന പൂർത്തിയായ ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുപോയി കൊല്ലത്ത് മജിസ്ട്രേറ്റ് ഹാജരാക്കും. അതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സമയത്ത് ഈ പത്മകുമാർ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കി, അല്ലെങ്കിൽ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കി ഈ പത്മകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതിനപ്പുറത്തേക്ക് CPM പ്രമുഖ നേതാവ്, അതിനും അപ്പുറത്തേക്ക് CPM മുൻ MLA കൂടിയായിരിക്കുന്ന പത്മകുമാർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. അദ്ദേഹം അറസ്റ്റ് ആകുന്നതോടുകൂടി ഈ അന്വേഷണത്തിൽ ഏറ്റവും ഒരു സുപ്രധാനമായ ഘട്ടത്തിലാണ് ഇപ്പോൾ SIT എത്തി നിൽക്കുന്നത്. ഇനി അറിയേണ്ടത് ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത അന്വേഷണം ആരിലേക്കാകും നീളുക, അതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ഇതിനൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ആ ചോദ്യങ്ങൾക്കും അപ്പുറത്തേക്ക് പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ ആയുധമാക്കിയിരിക്കുന്നു. ഈ പ്രചാരണ സമയത്ത് പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു ആയുധമാണ് പത്മകുമാറിന്റെ ഈ അറസ്റ്റ്. ഈ സമയത്തുള്ള ഈ നിർണായക സമയത്ത് പത്മകുമാറിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രചാരണ ആയുധമായി ലഭിച്ചിരിക്കുകയാണ്. സർക്കാർ ഇനി എങ്ങനെയാകും ഈ ഓരോ പ്രചാരണ ഘട്ടങ്ങളിലുമൊക്കെ ഇതിനെ പ്രതിരോധിക്കുക എന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ശബരിമല വിഷയമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വേളയിൽ ശബരിമല വിഷയം തന്നെയാണ് ഓരോ ഭരണകൂടത്തെയും, അതായത് സർക്കാരിനായാലും പ്രതിപക്ഷത്തായാലും ഒരു വിഷയമായി ആയുധമായി ലഭിക്കുക ശബരിമല തന്നെയാണ്. ഇതുപോലും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കടക്കവേ പ്രധാനമായും സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യമിട്ടിരുന്നത് പാർട്ടിയും സർക്കാരും. അതുകൊണ്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് വേളയിൽ എത്തിയപ്പോൾ അയ്യപ്പ മഹാസംഗമവും ഒക്കെ നടത്തി വലിയ രീതിയിൽ മേൽക്കൈ നേടാനാക്കി ശ്രമിച്ചപ്പോഴാണ് അപ്രതീക്ഷിതമായി സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നു. പക്ഷേ ആ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ സർക്കാർ കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്. പത്മകുമാറിനെ ഇപ്പോൾ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയുടെ അറസ്റ്റ് കൈവരിക്കുന്നതോടുകൂടി സർക്കാർ കടുത്ത പ്രതിരോധത്തിൽ, കടുത്ത പ്രതിക്കൂട്ടി തന്നെ സർക്കാർ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അഖില, ശരി. പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം ഇപ്പോൾ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം വൈദ്യപരിശോധന പൂർത്തിയാക്കി പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. അല്പം മുമ്പാണ് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നിന്നും പത്മകുമാറുമായുള്ള വാഹനം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയത്. വൈദ്യപരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഡോക്ടർക്ക് മുന്നിൽ പത്മകുമാർ ഇരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് കൊല്ലം വിജിലൻസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ പത്മകുമാറിനെ ഹാജരാക്കും. നിർണായകമായ വിവരങ്ങൾ SITക്ക് കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് പത്മകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വർണം ചെമ്പാക്കിയ വിഷയത്തിൽ പത്മകുമാറിന് പങ്കുണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. പത്മകുമാറിനെ തിരികെ വാഹനത്തിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി വിജിലൻസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ പത്മകുമാറിനെ ഹാജരാക്കും. കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലേക്കാണോ അതോ റിമാൻഡിലേക്കാണോ എന്നുള്ള കാര്യമാണ്
ജയിലിലേക്കാണോ കസ്റ്റഡിയിലേക്കാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പത്മകുമാറുമായുള്ള വാഹനം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ നിന്ന് പുറപ്പെടുകയാണ്. കൊല്ലം വിജിലൻസ് മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ് പത്മകുമാറിനെ ഇനി ഹാജരാക്കുക. നിർണായകമായ SITയുടെ നടപടികളിലേക്കാണ് പോകുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നടപടികളാണ് SIT നടത്തിയത്. പത്മകുമാറിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കൊല്ലം വിജിലൻസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ്. നേരത്തെ വൈദ്യപരിശോധന നടത്തുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നേരത്തെ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ സ്വർണം ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതിനു പിന്നിൽ പത്മകുമാറിന് പങ്കുണ്ട് എന്നുള്ള നിർണായകമായ കണ്ടെത്തലാണ് SIT നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പുറത്ത് വരേണ്ടത്. ഏതെങ്കിലും ഇതിലും വലിയ ഉന്നതർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടോ, അങ്ങനെ ആരുടെയെങ്കിലും പേരുകൾ പത്മകുമാർ പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരണം. നേരത്തെ നമ്മുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ വാസുവിൻ്റെ ചോദ്യം ചെയ്യൽ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു കൊല്ലത്ത്. അതുമായി ബന്ധപ്പെട്ട് വാസു ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. നിർണായകമായ ചില വിവരങ്ങൾ വാസുവിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ വാസുവിൻ്റെ ചോദ്യം ചെയ്യലിലാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ SITക്ക് ലഭിച്ചത്. ഇപ്പോൾ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിജിലൻസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അൻഫിൽ ഡിസൂസ വിശദാംശങ്ങൾ നൽകും. അൻഫിൽ, ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി പത്മകുമാറിനെ വിജിലൻസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. വളരെ ശക്തമായി തന്നെയാണ് അത് ഈ പത്മകുമാറിനെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന ആ വേളയിലുടനീളം തന്നെ ജനറൽ ആശുപത്രിയിൽ തന്നെയും ആ പരിശോധന നടക്കുന്ന സമയത്തും ഒക്കെ തന്നെ വളരെ ശക്തമായ പോലീസ് സുരക്ഷ അവിടെയും തീർത്തത്. കാരണം വലിയ രീതിയിലുള്ള മാധ്യമങ്ങളുടെ ഒരു പടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായ മാധ്യമങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ എന്താണ് എന്ന് അന്വേഷിച്ചൊരു ആൾക്കൂട്ടം ഒക്കെ ഉണ്ടായിരുന്നു. ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാണുന്നു. പ്രത്യേകിച്ച് ശബരിമല വിഷയമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വിഷയം. ഈ രീതിയിൽ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുവരുന്നു. വൈദ്യപരിശോധന എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷാവസ്ഥ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ആ സംഘർഷ സാഹചര്യം ഒഴിവാക്കുക കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള സുരക്ഷ ഇവിടെ തീർത്തിരുന്നു. ആ സുരക്ഷാ വലയത്തിൽ, കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും പത്മകുമാറിനെ ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ജനറൽ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ നേരെ കൊല്ലത്ത് കൊണ്ടുപോകുന്നു. ഈ കൊല്ലത്ത് കൊണ്ടുപോകുന്ന ഉടനീളം ആ യാത്രയിലുടനീളം വഴിയിലുടനീളം തന്നെയും പോലീസിന്റെ കൃത്യമായ അകമ്പടിയോടുകൂടി തന്നെയാണ് പത്മകുമാറിനെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ കൊല്ലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെയും പത്മകുമാറിനെ കൊല്ലത്ത് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുമോ അതോ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് വ്യക്തത ഇപ്പോഴും വരാനുണ്ട്. അതിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല എങ്കിൽ പത്മകുമാറിനെ റിമാൻഡ് ചെയ്ത് അദ്ദേഹം ജയിലിലേക്കാകും. അത് കഴിഞ്ഞാൽ 1-2 ദിവസം ഒരുപക്ഷെ നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുകയാണെങ്കിൽ കോടതി അത് പിന്നെ പരിഗണിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പത്മകുമാർ, ഈ മുരാരി ബാബു അടക്കമുള്ള ഓരോ ഉദ്യോഗസ്ഥർ നേരത്തെ അറസ്റ്റിലായപ്പോഴും ഇവരെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത വേളയിലാണ് വാസുവിലേക്ക് അന്വേഷണം നീങ്ങുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അറസ്റ്റ് അദ്ദേഹത്തിന് കൃത്യമായ പങ്ക് വെളിവാകുകയും ഒക്കെ ചെയ്യുകയും അദ്ദേഹമാണ് ഇതിന് ചുക്കാൻ പിടിച്ചതെന്ന അടക്കം കൃത്യതയിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരികയും ഒക്കെ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാസു അറസ്റ്റിലായി. അതേ തുടർന്ന് അന്ന് ദേവസ്വം ഭരണസമിതിയിലേക്ക് അന്വേഷണം നീളുന്നു. കാരണം ഭരണസമിതി പ്രതിക്കൂട്ടിലാകുന്നു. ഭരണസമിതിയുടെ ഒത്താശയുണ്ടായിരുന്നു. ഭരണസമിതിക്ക് ഇതൊക്കെ കൃത്യമായി അറിയാമായിരുന്നു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുകയും ഒക്കെ ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്തപ്പോൾ പലതിനും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പത്മകുമാറിന് സാധിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം 2019 ഗൂഢാലോചന നടന്ന സമയത്ത് സ്വർണത്തിൽ തൂക്കം, അതായത് ഈ പാളിയിൽ തൂക്കത്തിൽ വ്യത്യാസമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. തൂക്കത്തിൽ വ്യത്യാസമുണ്ട് എന്ന് തിരുവാഭരണ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് അദ്ദേഹം അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ രേഖാമൂലം തന്നെ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ടും വലിയ രീതിയിലെ അളവിൽ വ്യത്യാസമുണ്ടായിരുന്നു. 4 കിലോയോളം സ്വർണത്തിൽ തൂക്കക്കുറവ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ ശബരിമല
എന്നുള്ള മാനുവൽ രീതിയിലല്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം മനസ്സിലാക്കുകയും അത് അദ്ദേഹം രേഖാമൂലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അറിയിക്കുകയും ചെയ്തിട്ടും പത്മകുമാർ എന്തുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പത്മകുമാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാർ ഈ ഗൂഢാലോചനയിൽ പ്രതിയാണ്. പത്മകുമാർ ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ വഴിവിട്ട സഹായവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാർ ചെയ്തിരുന്നു. ഇതൊക്കെ കൃത്യമായ തെളിവുകളും രേഖകളും അന്വേഷണ സംഘത്തിനുണ്ട്. ഈ രേഖകൾ നിരത്തിയാണ് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്തതിൽ പലതിനും കൃത്യമായ ഉത്തരം നൽകാൻ പത്മകുമാറിന് കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഇതേ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന് തുടർ നടപടികൾക്കായി റിമാൻഡ് അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നു. അതിനുവേണ്ടിയാണ് കൊല്ലം വിജിലൻസ് മജിസ്ട്രേറ്റ് മുന്നിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ വേളയിൽ ഇനി അദ്ദേഹം ജയിലിലാകുക, തുടർന്നുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ അവസ്ഥയിൽ ഇപ്പോൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി എ പത്മകുമാർ എന്ന് പറയുന്നത് CPM-ന്റെ അതായത് ഭരണസമിതിയുടെ പ്രസിഡന്റ് അറസ്റ്റിലായിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഈ ഭരണസമിതിയിലെ മറ്റംഗങ്ങൾ ശങ്കർദാസ്, വിജയകുമാർ അടക്കമുള്ള മറ്റംഗങ്ങളിലേക്ക് ഇനി അന്വേഷണം നീളുന്നു. അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവരെ ചോദ്യം ചെയ്യേണ്ടി വരുമ്പോൾ കൂടുതൽ ഇതിൽ വ്യക്തത വരുന്നു. ഇതിനപ്പുറത്ത് ഈ കണ്ണി എത്രത്തോളം മുന്നോട്ട് നീങ്ങുന്നു, ഇതടക്കമുള്ള നിരവധി വിഷയങ്ങൾക്കാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. അതൊക്കെ തന്നെയും വരും മണിക്കൂറുകൾ ഇതിനൊക്കെ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ ഇതിനൊക്കെ ഒരു വ്യക്തത വരുത്തും. പക്ഷേ ഈ പോയിന്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ എ പത്മകുമാറിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ഈ വേളയിൽ, ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കനത്ത ആഘാതം തന്നെയാണ് സർക്കാരിനും പാർട്ടിക്കും ഏറ്റിരിക്കുന്നത്. പാർട്ടിയിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ്. സർക്കാരിനോ ഭരണസമിതിക്കോ ബന്ധമില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴാണ് അതൊക്കെ തകിടം മറിയുന്ന രീതിയിൽ അതിന് ബന്ധമുണ്ട്. ഇവരായിരുന്നു ചുക്കാൻ പിടിച്ചത്, ഇവർ തന്നെയായിരുന്നു ഇതിന് ഒത്താശ നൽകിയത്. ഇവരുടെ ഒരു പിന്തുണയുമില്ലാതെ ഒരിക്കലും ഒരു സ്പോൺസർ, ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്ന് പറയുന്ന ഒരു സ്പോൺസർ, കേവലം ഒരു സ്പോൺസറിന് അവിടെ വന്ന് ഈ രീതിയിൽ ശബരിമല കേന്ദ്രീകരിച്ചൊരു വലിയൊരു സ്വർണ്ണക്കൊള്ള നടത്താൻ കഴിയുകയില്ല. ഒരു ഘട്ടത്തിൽ പോലും അത് സാധ്യമല്ല. അപ്പോൾ ആ രീതിയിൽ എല്ലാ വഴിവിട്ട സഹായവും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാറിനുള്ള ബന്ധം വെളിവായിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാരെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഇപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നത്. ഇനി സർക്കാർ ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞേ പറ്റൂ. സർക്കാർ പ്രതിപക്ഷം ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം ശരി. അൻഫ്ലിറ്റ്, ഏതായാലും എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ വിജിലൻസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാനായി കൊണ്ടുപോവുകയാണ്. അല്പം മുമ്പാണ് വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നത്. അൻഫ്ലിറ്റ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N വാസുവിനെയും പ്രത്യേക സംഘം ഇന്ന് ചോദ്യം ചെയ്തു. കൊല്ലം പോലീസ് ക്ലബ്ബിലായിരുന്നു SIT ഉദ്യോഗസ്ഥർ വാസുവിനെ ചോദ്യം ചെയ്തത്. രാവിലെ 10 മണിയോടെ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ വാസുവിനെ ഹാജരാക്കിയിരുന്നു. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി വൈകിട്ട് 4 മണിവരെ SIT കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ദ്വാരപാലക കേസിൽ പ്രതിയായ N വാസുവിനെതിരെ നിർണായക തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വാസുവിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റി. വാസുവിനെ റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അറസ്റ്റിലായ എ പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഒരാളെ തള്ളിക്കളയാനാകില്ല. പത്മകുമാറിന്റെ അറസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയല്ല. അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമായില്ല, കുറ്റക്കാരനാണോ എന്ന് പറയേണ്ടത് കോടതിയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല, ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല, ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല. ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല. പാർട്ടിക്ക് തോന്നുന്നു ഞങ്ങൾ ശുദ്ധമായ അതൊക്കെ വരട്ടേന്ന്. അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? ഇനി എന്തെല്ലാം വരാനുണ്ട്? എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുക. ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ. അപ്പോൾ ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. സംഘടന അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തു, അപ്പോൾ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള 1400 കോടിയുടെ ആസ്തികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നതിന് പിന്നാലെയാണ് നടപടി. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം നവി മുംബൈ, ചെന്നൈ, പൂനെ, ഭുവനേശ്വർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന സ്വത്തുക്കളാണ് പിടിച്ചെടുത്തത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 2 തവണ ED അനിൽ അംബാനിക്ക് നോട്ടീസ് അയച്ചിരുന്നു. കരൂർ ദുരന്തത്തിന് ശേഷം വീണ്ടും സംസ്ഥാന പര്യടനത്തിനൊരുങ്ങി നടനും തമിഴക വെട്രി കഴകം അധ്യക്ഷനുമായ വിജയ്. ഡിസംബർ ആദ്യവാരം പൊതുയോഗം നടത്താനാണ് നീക്കം. ജില്ലകളിൽ 2 യോഗങ്ങൾ വീതമായിരിക്കും നടത്തുക. സേലത്ത് 3 സ്ഥലങ്ങൾ TVK നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച അപേക്ഷ സേലം പോലീസിന് TVK നൽകി. ഡിസംബർ 4-ന് സേലത്ത് പൊതുയോഗം നടത്താനാണ് ആലോചന. കരൂർ ദുരന്തത്തോടെ വിജയ് പര്യടനം നിർത്തിയിരുന്നു.
കേരള ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ ചീഫ് ജസ്റ്റിസിന് കത്ത്. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റാണ് കത്തയച്ചത്. ജഡ്ജിമാർ അസോസിയേഷൻ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുവെന്നാണ് കത്തിലെ ആരോപണം. നേതൃത്വത്തെ മാറ്റണമെന്ന് ചില ജഡ്ജിമാർ ആവശ്യപ്പെട്ടുവെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം പ്രസിഡന്റ് സ്വന്തം നിലയിൽ എഴുതിയ കത്താണതെന്ന് അഭിഭാഷകർ പ്രതികരിച്ചു. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച്. രാഷ്ട്രപതിയുടെ റഫറൻസിന് മറുപടിയായി ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. അതേസമയം ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞുവെക്കരുതെന്നും വിവേചനാധികാരം ഉപയോഗിച്ചുള്ള തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. തമിഴ്നാട് സർക്കാരും ഗവർണറുമായി ബന്ധപ്പെട്ട കേസിലാണ് ബില്ലുകൾ പാസാക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചത്. ഇതേ തുടർന്നാണ് 14 ചോദ്യങ്ങളുമായി രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിന്റെയും വാദം കേട്ട ശേഷമാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്ന് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു. ബില്ലുകളിൽ ഗവർണർമാർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാമെന്നും കോടതി വ്യക്തമാക്കി. സമയപരിധി നിശ്ചയിക്കുന്നത് നിലവിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്നും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ കോടതിക്ക് പരിമിതിയുണ്ടെന്നും ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു. പ്രധാനമായിട്ട് 2 അംഗ ബെഞ്ച് ഒരു സമയപരിധി കൊടുക്കുകയും ആ പരിധിക്കുള്ളിൽ തീരുമാനം എടുത്തിട്ടില്ല ഗവർണർ എന്നുണ്ടെങ്കിൽ അത് ഡീംഡ് ആയിട്ടുള്ള അസെന്റ് ആവുമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ 2 കാര്യങ്ങളെ സുപ്രീം കോടതി വിമർശനീയമായ രീതിയിൽ കണ്ടിട്ട് കോടതിക്കും ജുഡീഷ്യൽ റിവ്യൂവിനും ഒന്നും ഗവർണറുടെ അധികാരങ്ങളെ അതിന്റെ മെറിറ്റിലേക്കുള്ള കാര്യങ്ങളെ തീരുമാനിക്കാൻ കഴിയില്ല എന്നും, എന്നാൽ ഗവർണറുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് മുമ്പ് ഈ വിധിന്യായം വരുന്നതിന് മുമ്പുള്ള ഓപ്ഷൻസിൽ ഒരു 4ാമത്തെ ഓപ്ഷനായിട്ട് ഞാൻ അസെന്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചയക്കുകയുമില്ല, ഞാനത് എൻ്റെ ഓഫീസിൽ വെച്ചുകൊണ്ടേയിരിക്കും അനിശ്ചിത കാലഘട്ടത്തിലേക്ക്. കാരണം ഗവർണർ എന്ന ഓഫീസിന് അത്രയ്ക്കും അധികാരമുണ്ട്, ആ അധികാരത്തിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ളൊരു ഒരു ന്യായവും ഒരു വാദവും ഉണ്ടായിരുന്നു. ആ വാദം ഇന്നത്തെ ഓർഡറിന് ശേഷം ഇല്ലാതാവുകയാണ്. അതേസമയം ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചുവെക്കുന്നതിലെ ആശങ്ക കോടതി പങ്കുവച്ചു. ബില്ലുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കുകയോ വിയോജനക്കുറിപ്പോടെ തിരിച്ചയക്കുകയോ ചെയ്യാം. അല്ലാത്തപക്ഷം രാഷ്ട്രപതിക്ക് കൈമാറാം. അതല്ലാതെ അനിശ്ചിതകാലമായി പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നും കോടതി വ്യക്തമാക്കി. ഗവർണർ ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ കോടതിക്ക് ഇടപെടാമെന്നും സംസ്ഥാനത്ത് 2 എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉണ്ടാകരുതെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം സുപ്രീംകോടതി ഉത്തരവോടെ ബില്ലിന്റെ കാര്യത്തിലുള്ള സർക്കാർ ഗവർണർ പോരുകൾ വീണ്ടും സജീവമാകും. തമിഴ്നാട് വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ പിൻവലിച്ച ഹർജികൾ വീണ്ടും കോടതിക്ക് മുൻപിലേക്ക് എത്തിയേക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹി ഭീകരാക്രമണത്തിന്റെ വേരുകൾ തേടി അന്വേഷണ സംഘം. അൽഫലാഖ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അതിനിടെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഭീകരവാദ സംഘടനകളുടെ ഭാഗമാകുന്നത് ആദ്യമായല്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉത്തർപ്രദേശ് സ്വദേശി മിർസ ഷബാദ് ഗുജറാത്ത് സ്ഫോടന പരമ്പരയിൽ ഉൾപ്പെട്ടിരുന്നതായാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഡൽഹി ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ കണ്ടെത്തുക മാത്രമല്ല അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. രാജ്യത്താകമാനം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി കൂടിയാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് വൈറ്റ് കോളർ ടെറർ മോഡ്യൂൾ കേന്ദ്രീകരിച്ച നിർണായക നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നത്. ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവിടെ മുമ്പ് പഠിച്ചിരുന്നവരും ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്ന വിവരം ലഭ്യമായത്. 2008 അഹമ്മദാബാദിൽ നടന്ന സ്ഫോടന പരമ്പരകളുടെ ആസൂത്രകന്മാരിൽ ഒരാളായ ഉത്തർപ്രദേശ് സ്വദേശി മിർസ ഷദാബ് ബേഗ് സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. 2007 സർവകലാശാലയിൽ നിന്ന് ബിടെക് ബിരുദം കരസ്ഥമാക്കി ഇറങ്ങിയ മിർസ ഇന്ത്യൻ മുജാഹിദിലേക്ക് എത്തി. പിന്നീട് ഈ സംഘടന രാജ്യത്താകെ നടത്തിയ ആക്രമണങ്ങളിൽ മിർസയ്ക്ക് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. 2008 ഗുജറാത്തിൽ നടന്ന സ്ഫോടന പരമ്പരയിൽ 56 പേരാണ് മരിച്ചത്. ആസൂത്രണങ്ങൾക്ക് ശേഷം രാജ്യം വിട്ട മിർസ ISന്റെ ഭാഗമായി പാകിസ്ഥാനിലുണ്ടെന്നാണ് സൂചന. ഇയാൾക്കെതിരെ ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന വിദ്യാർത്ഥികൾ ഫരീദാബാദിലെ സർവകലാശാലയിൽ കേന്ദ്രീകരിക്കുന്നത് സംബന്ധിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ഏതാനും വിദ്യാർത്ഥികൾ മാത്രം വിചാരിച്ചാൽ ഒരു സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നിന്ന് രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ സർവകലാശാലയിലെ ജീവനക്കാർ, അധ്യാപകർ എന്നിവരെ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ടു പോകുന്നുണ്ട്. സർവകലാശാലയിൽ നിന്ന് അപ്രത്യക്ഷരായ ആളുകളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉൾപ്പെടെ അന്വേഷണം വേഗത്തിൽ മുന്നോട്ടു പോകുന്നു. പ്രാദേശികമായ പിന്തുണ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഭീകരവാദികളായവർക്ക് ഒളിത്താവളം ഒരുക്കിയവരും സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ സഹായിച്ചവരും നിലവിൽ നിരീക്ഷണത്തിലാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ വീണ്ടും അധികാരമേറ്റു. ഗാന്ധി മൈതാനിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സമ്രാട് ചൌധരി, വിജയകുമാർ സിൻഹ, BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ചടങ്ങിന്റെ ഭാഗമായി. ബീഹാറിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പുതിയ സർക്കാരിന് കഴിയട്ടെ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
ചരിത്രഭൂരിപക്ഷം നേടിയാണ് ബീഹാറിൽ വീണ്ടും NDA സർക്കാർ അധികാരത്തിലെത്തിയത്. പ്രതീക്ഷിച്ച പോലെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. नीतीश कुमार सत्यनिष्ठा से प्रतिज्ञा करता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട് ചൌധരി, വിജയകുമാർ സിൻഹ എന്നിവരും BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാളും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. मैं सम्राट चौधरी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति ശ്രേയസി സിംഗ്, രമാ നിഷാദ് എന്നിവർ BJPയിൽ നിന്നുള്ള വനിതാ മന്ത്രിമാരായി. ലേഷി സിംഗ് ആണ് JDU പ്രതിനിധിയായി മന്ത്രിസഭയിലേക്ക് എത്തിയത്. സഞ്ജയ് കുമാർ സിംഗ് എന്നിവരാണ് മന്ത്രിസഭയിലെ LJP അംഗങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, NDA മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. നിതീഷ് കുമാറിന് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഭരണരംഗത്തെ നിതീഷ് കുമാറിന്റെ പ്രത്യേക പ്രാവീണ്യം സദ്ഭരണത്തിന് കരുത്തേകുമെന്ന് പറഞ്ഞു. 10,000-കണക്കിന് പ്രവർത്തകരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഗാന്ധി മൈതാനത്തെത്തി ചടങ്ങിന്റെ ഭാഗമായത്. പുതിയ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ആശംസകൾ നേർന്ന പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ജനങ്ങളുടെ താൽപര്യമനുസരിച്ച് പ്രവർത്തിക്കാൻ നിതീഷ് കുമാറിന് കഴിയട്ടെ എന്ന് ആശംസിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.